ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഒരു കുട്ടി വീഡിയോ കേട്ടോ. ഞാൻ ആമിക്കുട്ടീനെ ഡേ കെയറിൽ നിന്ന് കൊണ്ടുവരുന്നതും അച്ചുകൂടൻ ട്യൂഷന് പോകണതൊക്കെ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാഗൊക്കെ വെച്ചിട്ട് കേട്ടോ ആമിക്കുട്ടീനെ വിളിക്കാൻ പോണേ. അപ്പോഴത്തേനും അച്ചുവിന് ട്യൂഷന് പോകാൻ റെഡിയാവും. അവന് പിന്നെ പെട്ടെന്നൊരു ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചില ദിവസം അവൻ ഞാൻ വന്നു കഴിഞ്ഞ് ഒത്തിരി നേരം കഴിഞ്ഞാൽ പോകുന്നത്. അപ്പോൾ ഇന്ന് നേരത്തെ പോകാനുള്ളതുകൊണ്ട് അവന് ഞാനും കൂടെ ഒപ്പം ഇറങ്ങി അവൻ ട്യൂഷനും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ ആമിക്കുട്ടീനെ വിളിക്കാനായിട്ട് പോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് ആണ് നമ്മുടെ വീട് കഴിഞ്ഞിട്ടാണ് ഡേ കെയർ. അപ്പോൾ എന്താണല്ലോ ഞാൻ വീട്ടിൽ വന്നെല്ലാ സാധനം വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇപ്പം നടന്നു പോകാനായിട്ട് നല്ല കാലാവസ്ഥയാണല്ലോ. ചൂടൊന്നും വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ നടന്നു പോകാനായിട്ട് നല്ലൊരു സുഖമാണ്. ഒരു 3 മണി വരെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്. 3:15 ആകുമ്പോഴത്തേനും വീട്ടിൽ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ആ ഡേ കെയറിൻ്റെ താഴെയായിട്ട് ഒരു ബക്കാലയുണ്ട് കേട്ടോ. ഒരു മലയാളി ബക്കാലയാണേ, മലയാളി ചേട്ടന്മാർ നടത്തണം. അപ്പോൾ എന്നും അവിടെ ഇറങ്ങി അവൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനം ചുമ്മാ അതിനോട് നോക്കി കിടക്കും. ഒരു സാധനം വേണ്ടെങ്കിലും ചുമ്മാ എന്തിനൊക്കെയോ വേണ്ടി തിരയുന്ന വേഴാമ്പലം എന്ന് പറഞ്ഞ പോലെ. അല്ല, തിരയുന്നല്ല, എന്തോ ഇല്ലേ, അങ്ങനെ അവൾ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് കിടക്കും. എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനമായിരിക്കും മേടിക്കണം. പക്ഷേ അവിടെ കയറാതെ അവൾ വരാൻ സമ്മതിക്കില്ല. അങ്ങനെ അതെല്ലാം കറങ്ങി തിരിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുക കേട്ടോ. അവിടെ നിന്നൊരു ഇച്ചിരി ദൂരമുള്ളൂ, നടക്കാനുള്ള ദൂരമുള്ളൂ ഡേ കെയറിലേക്ക്. ഒരു തമിഴ് ആൻറ്റിയാണ് നോക്കുന്നത് അവളെ. അപ്പം തിരിച്ചിങ്ങനെ വന്ന് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണല്ലോ താമസിക്കണം. അപ്പം തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ പിന്നെ ഒരു അംഗമാണല്ലോ. ഇവിടെ ജസ്റ്റ് മേലൊക്കെ കഴിച്ചിട്ട് എടുത്തിട്ടാണ് ഞാൻ പിന്നെ ഫുഡ് എന്തെങ്കിലുമൊക്കെ വൈകുന്നേരത്തെ കാപ്പി കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അവളെ തല നനച്ച് കുളിപ്പിക്കണം. അപ്പം കഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. അതും പ്രത്യേകിച്ച് ആമിക്കുട്ടിക്ക്. അച്ചുകുട്ടിന് പിന്നെ അവന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കഴിക്കണ പ്രായമായാണല്ലോ. ആമിക്കുട്ടീനെ കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണും വെച്ച് ടി വിയും വെച്ച് കാർട്ടൂൺ ഫോണിനും വെച്ച് ടി വിയിലൊക്കെ വെച്ച് കൊടുത്ത് കഴിയുമ്പോഴാണ് അവൾ കുറേശ്ശെ കഴിക്കണത്. നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പല കാണും. അത് കഴിഞ്ഞ് പിന്നെ ഇവളെ കുളിപ്പിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്ത് ഒരു ചോറ് ഇതൊക്കെ പിന്നെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കഴിക്കും. ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പം എല്ലാ പിള്ളേർക്കും തന്നെ അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ നമ്മൾ തന്നെയൊക്കെ ആകുമ്പം ഭയങ്കര പാടാണ്. കാരണം നമുക്ക് ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ